നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടേത് സ്വാഭാവിക മരണം എന്ന പ്രാഥമിക നിഗമനമാണ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വരുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ ഇപ്പോൾ ഉമേഷ് ബാലകൃഷ്ണൻ നൽകും. പ്രാഥമിക പോസ്റ്റ്മോർട്ടം നടപടികൾ, അതിൻ്റെ വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഉമേഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? സ്വാഭാവിക മരണം എന്ന നിലയിലേക്ക് എത്തിയിട്ടുണ്ടോ? വിലയിരുത്തൽ എത്തിയിട്ടുണ്ടോ? ശാസ്ത്രീയ പരിശോധനകളുടെ ഫലം എത്തിയിട്ടുണ്ടോ? ശാസ്ത്രീയ പരിശോധനകളുടെ ഫലം എത്തിയിട്ടില്ല. നിലവിൽ പ്രാഥമിക പരിശോധനകൾ മാത്രമാണ് നടത്തിയിട്ടുള്ളത്. ഇതിലാണ് സ്വാഭാവിക മരണമാണ് നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിക്ക് സംഭവിച്ചത് എന്നുള്ള വിലയിരുത്തലിലേക്ക് ഇപ്പോൾ പ്രാഥമികമായി സംഘം വിലയിരുത്തിയിരിക്കുന്നത്. അതിന് നിരവധി കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ മരണശേഷമാണ് ഈ സമാധി തറയിലേക്ക് മാറ്റിയത് എന്നാണ് കരുതുന്നത്. കാരണം ശ്വാസകോശത്തിൽ കാര്യമായ പുറത്തെ വസ്തുക്കളുടെ, അതായത് ഭസ്മമടക്കമുള്ള മറ്റു വസ്തുക്കളുടെ കണ്ടന്റ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊരു കാര്യം, ഈ വിഷമുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ആന്തരിക അവയവങ്ങളുടെ ശാസ്ത്രീയ പരിശോധന വേണം. എങ്കിലും ആന്തരിക അവയവങ്ങളിൽ നിന്ന് ചില ആന്തരിക അവയവങ്ങൾക്ക് കാണിക്കേണ്ട ചില വസ്തുതകളുണ്ട്. അതൊന്നും അത്തരത്തിൽ വിഷമോ അല്ലെങ്കിൽ മറ്റു കെമിക്കലോ ഉള്ളിൽ ചെന്നതായി കണ്ടെത്താൻ നിലവിൽ കഴിഞ്ഞിട്ടില്ല. കൂടുതൽ ശാസ്ത്രീയ പരിശോധനകളെല്ലാം നടത്തേണ്ടതുണ്ട്. എങ്കിലും നിലവിൽ ഇക്കാര്യങ്ങൾ വിഷം കഴിച്ചതായുള്ള സൂചനകൾ ലഭ്യമായിട്ടില്ല. അതുകൂടാതെ ശരീരത്തിൽ മറ്റ് മുറിവുകൾ ഉണ്ടായിരുന്നില്ല. അത് ഇൻക്വസ്റ്റിൽ തന്നെ അത് കൃത്യമായി കണ്ടെത്തിയിരുന്നു. ശരീരത്തിൽ കാര്യമായ മുറിവുകൾ ഇൻക്വസ്റ്റിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ആ സാഹചര്യത്തിലാണ് ഇത്തരമൊരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. പക്ഷേ കൂടുതൽ ശാസ്ത്രീയ പരിശോധനകൾ ഇതിന് വേണം. സാമ്പിൾ എടുത്തിട്ടുണ്ട്. ശാസ്ത്രീയ പരിശോധനയ്ക്കുള്ള സാമ്പിൾ ആന്തരിക അവയവങ്ങളുടെയും ഒപ്പം രക്തസാമ്പിളും അടക്കമുള്ളവ കൂടുതൽ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി എടുത്തിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഇത് പ്രാഥമിക പരിശോധനയിൽ ലഭിച്ചിരിക്കുന്നത് ഇത് ഒരു സ്വാഭാവിക മരണമാണ്. അതായത് മരണം സംഭവിച്ചതിന് ശേഷം തന്നെയാണ് ഈ സമാധി തറയിലേക്ക് സമാധി തറ മൂടിയത് എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. അതുകൂടാതെ മറ്റ് വിഷം കഴിച്ചതിൻ്റെയോ മറ്റ് മുറിവുള്ളതിൻ്റെയോ ആയ പാടുകൾ നിലവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ ശാസ്ത്രീയ പരിശോധനകൾ ഇനി പൂർത്തിയാകേണ്ടതുണ്ട്. നിലവിൽ പ്രാഥമിക പരിശോധനാ റിപ്പോർട്ടുകൾ മാത്രമാണ്, നിഗമനങ്ങൾ മാത്രമാണ് നൽകിയിട്ടുള്ളത്. ഈ നിഗമനങ്ങളിലാണ് സ്വാഭാവിക മരണത്തിൻ്റെ സാധ്യതയുണ്ട് എന്നുള്ള ഒരു നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. പക്ഷേ അസ്വാഭാവികത പൂർണ്ണമായി തള്ളുന്നില്ല. കെമിക്കൽ റിപ്പോർട്ടുകൾ, രാസപരിശോധനാ റിപ്പോർട്ടുകളെല്ലാം ഇതിൽ ഈ ആന്തരിക അവയവങ്ങളുടെ ശാസ്ത്രീയ പരിശോധന ബാക്കിയുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ കൂടി ഇനി അതിൻ്റെ ഫലം കൂടി വരാനുണ്ട്. എന്തായാലും പ്രാഥമിക പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ പുറത്തു വരുമ്പോൾ അതൊരു സ്വാഭാവിക മരണം തന്നെയാണ് എന്ന നിഗമനത്തിലേക്കാണ് എത്തുന്നത്. മൃതദേഹം എപ്പോഴായിരിക്കും ഈ ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക? ഇനി മെഡിക്കൽ കോളേജിൽ എന്തൊക്കെ തുടർ നടപടികൾ ബാക്കിയുണ്ട് ഉമേഷ്? തുടർ നടപടികൾ ഇപ്പോൾ തുടരുകയാണ്. ഇപ്പോൾ മകൻ സനന്ദൻ ഇവിടെയുണ്ട്. കൂടാതെ നെയ്യാറ്റിൻകരയിലെ ചില രാഷ്ട്രീയ പ്രവർത്തകരും പൊതുപ്രവർത്തകരും അടക്കമുള്ളവർ ഇവിടെയുണ്ട്. ഇവിടെ നിന്ന് അല്പസമയത്തിനകം തന്നെ ബന്ധുക്കൾക്ക് മൃതദേഹം കൈമാറും. അതിനുശേഷം നെയ്യാറ്റിൻകരയിലേക്ക് മൃതദേഹം കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. നെയ്യാറ്റിൻകരയിലെ പ്രാദേശിക രാഷ്ട്രീയ പ്രവർത്തകരും വാർഡ് മെമ്പറും സനന്ദൻ അടക്കമുള്ള മകനും ചില ബന്ധുക്കളുമുണ്ട്. ഇവർക്ക് മൃതദേഹം വിട്ടു നൽകും. അതിൻ്റെ ചില പ്രൊസീജിയർ, ചില നടപടിക്രമങ്ങൾ ഇനി പൂർത്തിയാക്കാനുണ്ട്. ആ നടപടിക്രമങ്ങൾ ഇപ്പോൾ പൂർത്തിയാക്കുകയാണ്. എന്തായാലും നിലവിൽ മറ്റ് പോലീസ് നടപടികൾ ഉടൻ ഉണ്ടാകില്ല എന്നുള്ള സൂചനയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇത്തരത്തിൽ സ്വാഭാവിക മരണത്തിൻ്റെ സാധ്യതയാണ് നിലവിലുള്ളത്. നിലവിൽ അസ്വാഭാവിക മരണത്തിൻ്റെ സൂചനകളൊന്നും പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. 3 അംഗ സംഘമാണ് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയത്. അതും മുതിർന്ന ഫോറൻസിക് സർജൻ അടക്കമുള്ളവർ തന്നെയാണ് ഇതിന് നേതൃത്വം നൽകിയത്. അതുകൊണ്ട് തന്നെ ഇവരുടെ നിഗമനങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നതുമാണ്. കൃത്യം നിഗമനം, നിഗമനത്തിന് കൃത്യത കുറച്ചുകൂടി കൂടുതലായിരിക്കും. 8 അംഗ സംഘമുള്ളതിൽ 3 പേർ ഫോറൻസിക് സർജന്മാരായിരുന്നു. ആ രീതിയിൽ വളരെ ശാസ്ത്രീയമായി ടീമിനെ രൂപീകരിച്ച് തന്നെയാണ് ഈ പോസ്റ്റ്മോർട്ടം നടത്തിയത്. എന്തായാലും ഇനി ഈ രാസപരിശോധനാ ഫലങ്ങൾ കൂടി പുറത്തു വരാനുണ്ട്. നിലവിൽ പ്രാഥമിക റിപ്പോർട്ടുകൾ മാത്രമാണ്, പ്രാഥമിക നിഗമനങ്ങൾ. ഇതിൽ ഇപ്പോൾ ആ കുടുംബാംഗങ്ങൾ പറഞ്ഞതുപോലെ അവർ മരിച്ചതിനു ശേഷം അവരുടേതായ ചില രീതികളിൽ മൃതദേഹം അവിടെ സമാധിയിരുത്തി എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അത് മരണത്തിന് ഈ സമാധിത്തറയിൽ കൊണ്ടുവരുമ്പോൾ ജീവൻ ഉണ്ടായിരുന്നു എങ്കിൽ അത് ഈ പ്രാഥമിക പരിശോധനയിൽ, ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുമ്പോൾ അതിൻ്റെ വിവരങ്ങൾ ലഭിക്കേണ്ടതാണ്. ഇപ്പോൾ ശ്വാസം മുട്ടിയാണ് മരിച്ചതെങ്കിൽ അത് ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതിൻ്റെ വിവരങ്ങൾ വരാവുന്നതാണ്. അപ്പോൾ അത്തരം സൂചനകളില്ല എന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിവരം. അതാണ് പ്രാഥമിക നിഗമനമായി ഇപ്പോൾ വരുന്നത്, അല്ലേ?
തീർച്ചയായും ഏറ്റവും സുപ്രധാനം അത് തന്നെയാണ്. കാരണം ഈ ഇത്തരത്തിൽ പൂർണ്ണമായി, അതായത് കഴുത്തുവരെ ഭസ്മവും മറ്റ് കർപ്പൂരമടക്കം നിറച്ചുകൊണ്ടാണ് ഈ സമാധിത്തറ ഒരുക്കിയിരുന്നത്. അതുകൊണ്ട് തന്നെ ശ്വാസം മുട്ടി മരിച്ചിരുന്നെങ്കിൽ ശ്വാസകോശത്തിൽ ഈ സ്വാഭാവികമായി ഭസ്മത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകേണ്ടതാണ്. പക്ഷേ അത്തരത്തിൽ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് പ്രാഥമികമായി ലഭിച്ചിരിക്കുന്ന റിപ്പോർട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനമായി മരിച്ച ശേഷം തന്നെയാണ് ഈ സമാധിത്തറയിലേക്ക് ഈ ഒരുക്കുന്ന കൽത്തറയിലേക്ക് എത്തിക്കുകയും അവിടെ സമാധി മറ്റൊരുക്കങ്ങൾ നടത്തി സമാധി സ്ലാബിട്ട് മൂടുകയും ചെയ്തത് എന്ന ഒരു വിലയിരുത്തലിലേക്ക് എത്തേണ്ടി വരും. കാരണം പ്രാഥമികമായി ഈ ശ്വാസകോശത്തിൽ നിന്ന് ഭസ്മത്തിൻ്റെയോ മറ്റ് അതിൽ ഉണ്ടായിരുന്ന കർപ്പൂരത്തിൻ്റെയോ മറ്റൊന്നിൻ്റെയും സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത് തന്നെയാണ് ഏറ്റവും സുപ്രധാനമായി പരിശോധിച്ചതും. കാരണം മരണശേഷമാണോ അതോ അവിടെ ജീവനോടെ ഇരുത്തിയ ശേഷമാണോ ഈ ഒരു കർമ്മങ്ങളെല്ലാം നടത്തിയത് എന്നുള്ളൊരു സംശയമാണ് പ്രധാനമായി പ്രദേശവാസികളുടെ ഭാഗത്തു നിന്നും മറ്റ് പ്രമുഖരായ വ്യക്തികളിൽ നിന്നും അടക്കമുയർന്ന ഒരു സംശയം. അത് ഇവരുടെ ഈ രണ്ട് മക്കളുടെയും അമ്മയുടെയും മൊഴികളിൽ നിന്നും ആ സംശയം ഉണ്ടായിരുന്നു. അമ്മ തന്നെ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ടായിരുന്നു, ഇവിടെ കൊണ്ടെത്തിച്ചപ്പോൾ ശരീരത്തിൽ ചൂട് അനുഭവപ്പെട്ടിരുന്നു, അതുകൊണ്ട് തന്നെ എന്നാൽ അതങ്ങനെ ഉണ്ടാകുമെന്നെല്ലാം അവർ ഒരു രീതിയിൽ പറഞ്ഞു പോകുന്നു. അതിലെല്ലാം പോലീസിനും സംശയമുണ്ടായിരുന്നു. ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിൽ സമാധി എന്ന രീതിയിൽ മരണത്തിന് മുൻപ് തന്നെ അവിടെ ഇരുത്തി ഈ കർമ്മങ്ങൾ നടത്തിയോ എന്നൊരു സംശയം പോലീസിനുണ്ടായിരുന്നു. അത് തന്നെ ഏറ്റവും പ്രധാന സംശയം. പക്ഷേ അത്തരത്തിൽ ഈ ശ്വാസകോശത്തിൽ അത്തരത്തിൽ ഒരു അംശവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായി ഇത്തരത്തിൽ ഒരു അസ്വാഭാവികതയില്ല എന്നുള്ള നിഗമനത്തിലേക്ക് ഇപ്പോൾ ഫോറൻസിക് വിഭാഗം എത്താൻ കാരണമായിരിക്കുന്നത്. അതേസമയം മറ്റൊരു സാധ്യത ഒരുപക്ഷെ അദ്ദേഹം തന്നെ ഒരു മരിക്കാനുള്ള സമയം നിശ്ചയിക്കുകയും ഒരുപക്ഷെ ആ സമയത്ത് മറ്റെന്തെങ്കിലും വിഷമോ മറ്റോ കഴിച്ച് ഒരുപക്ഷെ മരണത്തിലേക്ക് പോയതാണോ എന്നുള്ള സംശയവുമെല്ലാം ഉണ്ടായിരുന്നു. എന്നാൽ അത്തരത്തിൽ ശരീരത്തിൽ നിന്ന് വിഷത്തിൻ്റെയോ മറ്റ് എക്സ്റ്റേണൽ കെമിക്കൽസിൻ്റെയോ ഒരു അംശമെന്ന് നിലവിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധനാ ഫലം ആണ് അത് സ്ഥിരീകരിക്കേണ്ടത്. നിലവിൽ ഇവരുടെ എക്സ്പീരിയൻസ് വെച്ച് സ്വാഭാവികമായി അത്തരത്തിൽ വിഷം കഴിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ശരീരത്തിൻ്റെ ആന്തരിക അവയവങ്ങൾക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ, അത്തരം മാറ്റങ്ങളൊന്നും നെയ്യാറ്റിൻകര ഗോവിന്ദ സ്വാമിയുടെ ആന്തരിക അവയവങ്ങളുടെ പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ടാണ് അത്തരം ഒരു അസ്വാഭാവിക മരണമല്ല എന്നുള്ള നിഗമനത്തിലേക്ക് ഇപ്പോൾ എത്തുന്നത്. പക്ഷേ നേരത്തെ പറഞ്ഞതുപോലെ രാസപരിശോധനാ ഫലമാണ് ഇതിൽ ഏറ്റവും നിർണായകം. കാരണം രാസപരിശോധനാ ഫലത്തിലാണ് ഏതെങ്കിലും രീതിയിൽ ഇപ്പോൾ പ്രാഥമികമായി വിലയിരുത്തുന്നതല്ലാതെ ഏതെങ്കിലും രീതിയിലുള്ള പുറത്തെ രാസവസ്തുക്കളുടെയോ മറ്റ് വിഷവസ്തുക്കളുടെയോ അംശം പറ്റിയിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ കഴിയുക. എന്തായാലും രാസപരിശോധനാ ഫലം വരാൻ ഒരാഴ്ച എടുക്കും. വിജയകുമാർ. ശരി ഉമേഷ്, എന്തായാലും പ്രാഥമിക വിവരങ്ങൾ അനുസരിച്ച് അതൊരു സ്വാഭാവിക മരണം എന്ന നിലയിൽ തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ സൂചനകൾ. അത് പ്രാഥമിക കണ്ടെത്തലുകളാണ്. അതിൽ ശാസ്ത്രീയ പരിശോധന ഫലം വരാൻ ഒരുപക്ഷെ ദിവസങ്ങൾ എടുത്തേക്കാം. എങ്കിലും ഇതുവരെയുള്ള സൂചനകൾ അദ്ദേഹം ശ്വാസം മുട്ടി മരിച്ചതല്ല. ഈ ഭസ്മമടക്കം അതിൽ സമാധിത്തറയിൽ ഉണ്ടായിരുന്നു. അതിൻ്റെ അംശങ്ങളൊന്നും ശ്വാസകോശത്തിലൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് ഈ ഘട്ടത്തിൽ വരുന്നവരും ഒരു സ്വാഭാവിക മരണമെന്ന നിലയിൽ വിലയിരുത്തുകയാണ്. ഈ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുമ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ, കൂടുതൽ പ്രതികരണങ്ങൾ വരാനിരിക്കുന്നതേ ഉള്ളൂ. ഔദ്യോഗികമായി അതിൻ്റെ വിശദീകരണം പോലീസോ അല്ലെങ്കിൽ അവിടുത്തെ ഫോറൻസിക് ഈ പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയവരോ ഒക്കെ നൽകാനിരിക്കുന്നതേ ഉള്ളൂ. പ്രാഥമിക വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്.